ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ചിലവഴിക്കണമെങ്കിൽ പാർട്ട്ണർ സമ്മതിക്കണം. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ്. ചിലർ പറയുന്നത് കേൾക്കാം, ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന? കൊടുക്കേണ്ട ഒരു സംഗതിയാണോ സ്വാതന്ത്ര്യം? ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. വല്ലാതെ വൈകാരിക അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരു പാർട്ട്ണറാണോ നിങ്ങൾക്കുള്ളത്? വല്ലാത്ത മൂഡ് സ്വിങ്സ് ആണ്. സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്, പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്, പെട്ടെന്നാണ് സങ്കടം വരുന്നത്, വികാരങ്ങൾ മാറി മറിഞ്ഞിരിക്കുക, വല്ലാത്ത മൂഡ് സ്വിങ്സ്. വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കേണ്ട അവസ്ഥ, വല്ലാത്ത ഭയം തോന്നുന്നു. കാരണം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്നറിയില്ല. അങ്ങനെയുള്ളൊരു പാർട്ട്ണറാണോ നിങ്ങൾക്കുള്ളത്? ഞാനുമായിട്ട് മാത്രം സംസാരിച്ചാൽ മതി, ഫോൺ ചെയ്തപ്പോൾ ലൈൻ ബിസിയായിരുന്നു, നീ ആരുമായിട്ട് എത്ര നേരം സംസാരിക്കുന്നു? നിങ്ങളുടെ സഹോദരങ്ങളുമായി, മാതാപിതാക്കളുമായി, സുഹൃത്തുക്കളുമായി നല്ല ബന്ധം തുടരാൻ അനുവദിക്കാത്തൊരു പാർട്ട്ണറാണോ നിങ്ങൾക്കുള്ളത്? നാട്ടുകാരെന്ത് വിചാരിക്കും? വീട്ടുകാരെന്ത് വിചാരിക്കും? മക്കളെ നോക്കണ്ടേ? ഇങ്ങനെ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആളാണോ നിങ്ങൾ? എന്തായാലും ഇവിടം വരെയൊക്കെയായി. ബന്ധുക്കൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും? ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ അങ്ങ് തുടർന്ന് പോയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങ് പോയാൽ മതി എന്ന രീതിയിൽ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പണ്ടെങ്ങോ വായിൽ നിന്ന് വീണ ഒരു കാര്യം, പണ്ടെങ്ങോ പങ്കുവെച്ച ഒരു അനുഭവം, അതിൻ്റെ പേരിൽ വല്ലാത്ത കുറ്റബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പാർട്ണറാണോ നിങ്ങൾക്കുള്ളത്? സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ണറാണോ നിങ്ങൾക്കുള്ളത്? ഒരു റിലേഷൻഷിപ്പിൽ മിനിമം 2 പേരുണ്ടാവും. ഇവിടെ ഒരാൾ തൻ്റെ കാര്യം മാത്രം, ഈഗോ സെൻട്രിക്, വേറെ ആരുടെ കാര്യത്തിലും ഒരു പരിഗണനയില്ല, സ്വന്തം കാര്യം അതുമാത്രം. താൻ പറഞ്ഞ കാര്യം സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ന്യായീകരണ തൊഴിലാളിയാണോ നിങ്ങളുടെ പാർട്ട്ണർ? വീണെടുത്ത് നിന്ന് വല്ലാതെ കിടന്നുരുളും. തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്, അതിന് വേണ്ടി അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും. എങ്കിൽ നിങ്ങൾക്ക് ന്യായമായും സംശയിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന്. ഇതിൻ്റെ പരിഹാര മാർഗങ്ങളുമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കൂടുതൽ മനഃശാസ്ത്രപരമായ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് നൽകുക, ലൈക്ക് തരിക.